ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? പിന്നെ ഇന്ന് ഞാനൊരു നാരങ്ങച്ചറ ഉണ്ടാക്കാൻ പോകുന്നത്. അത് സ്വീറ്റ് നാരങ്ങച്ചറ, മധുരമുള്ള നാരങ്ങച്ചറ ഉണ്ടാക്കാൻ പോകുന്നത്. അത് വന്നിട്ട് നമ്മുടെ തൈര് ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യാം. അതിനെന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത് നാരങ്ങ, ചെറുനാരങ്ങ വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണി വെച്ച് തുടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ ഈറപ്പതൊക്കെ മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ഉണക്കി അതെടുത്തിട്ട് അത് നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് കട്ട് ചെയ്യുക. ചെറുതാണെങ്കിൽ 4 കഷ്ണമായിട്ട്, അല്ല വലുതാണെങ്കിൽ ഒരു 6 കഷ്ണമായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൽ വന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് പുരട്ടി ഒരു 15 ദിവസം ഇത് വെക്കണം. 15 ദിവസം ആകുമ്പോൾ നന്നായിട്ട് ഇത് ഉപ്പിൽ വെള്ളമൊക്കെ ഇതിൽ വറ്റി നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് വരും. ആ സമയമാകുമ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അത് 15 ദിവസമായിട്ട് ഇട്ട് വെച്ചതാണ്. ഇപ്പം അതാണ് ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് ശർക്കര, ഇതൊരു 1/2 കിലോ ശർക്കര ഉണ്ട്. ഇതൊരു 30 നാരങ്ങയുണ്ട്. അപ്പോൾ 1/2 കിലോ ശർക്കര. പിന്നെ വന്നിട്ട് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ പട്ട, ഗ്രാമ്പു, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ജീരകം, നല്ല ജീരകം, മല്ലി, കുരുമുളക്, പിന്നെ കുറച്ച് പഞ്ചസാരയും വേണം കേട്ടോ. കാരണം ശർക്കരയുടെ മധുരം ഇതിന് പോരായാവും അതിൻ്റെ പേരിൽ. പിന്നെ മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ്. ഉപ്പ് പിന്നെ ഓൾറെഡി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വീണ്ടും വേണമെങ്കിൽ. പക്ഷേ ആവശ്യമില്ല, കാരണം മധുരച്ചാറല്ലേ. അപ്പം എരിവും പുളിയും മധുരം എല്ലാം ചേർന്നിട്ടുള്ളൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു. ആദ്യം നമുക്ക് ഇത്രയും സാധനങ്ങൾ, മഞ്ഞൾപ്പൊടിയല്ല, പട്ട, ഗ്രാമ്പു, ചെറു ജീരകം, വലിയ ജീരകം, മല്ലി, കുരുമുളക്, ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൊടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ പൊടിഞ്ഞാൽ മതി, ഒത്തിരി അങ്ങോട്ട് നൈസാവണ്ട. പിന്നെ ഇതിന് ഒട്ടും എണ്ണ ഒന്നും ചേർക്കരുത് കേട്ടോ. ഇത് ഈ ശർക്കര പാവിലാണ് ഈ അച്ചാർ റെഡി ആവുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അടുപ്പ് ഓണാക്കി ചീനച്ചട്ടി വെച്ചു. ഇനി ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ശർക്കര അരിച്ചൊഴിക്കണത് അതിൽ അഴുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ശർക്കര നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് പഞ്ചസാര ഇപ്പോഴേ ഇട്ട് കൊടുക്കാൻ ഇടയാം. പഞ്ചസാരയും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ട് തിളച്ചൊന്ന് റെഡി ആവട്ടെ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിള വന്ന് തുടങ്ങിയത്. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിള വന്ന് തുടങ്ങി. ഈ സമയത്ത് എല്ലാ മസാല പൗഡറും ചേർക്കണം. നന്നായിട്ടൊന്ന് ഇത് വരുമ്പോൾ ടൈറ്റൊന്നും ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഒട്ടും എണ്ണ ചേർക്കില്ല കേട്ടോ. എണ്ണയേ ഇല്ലാത്തൊരു അച്ചാറാണ്. ഒട്ടും എണ്ണ വേണ്ട നമുക്ക്. നന്നായിട്ട് തിളച്ചിടണ്ട. ഇതൊരിപ്പോൾ എന്താ പറയുക, അങ്ങനെ കട്ടിയൊന്നും ആയിട്ടില്ല, ചെറുതായിട്ടൊരു തിക്നെസ് അത്രേ ഉള്ളൂ. ഈ സമയമാകുമ്പോൾ നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മുളക് പൊടി. ഇത് കുറച്ചധികം ഉണ്ട്, ഞാൻ കുറച്ചധികം എടുത്തുകൊണ്ട് എല്ലാത്തിനും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ മുളക് പൊടി എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ച എല്ലാ മസാലകളും ചേർത്തിട്ടുള്ള പൗഡർ, അത് ആ പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നല്ല സ്മെല്ലായിരിക്കും ഈ സമയത്ത് ഈ പൗഡറൊക്കെ അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ. തരികളൊക്കെ ഇങ്ങനെ അതൊക്കെ ഉടഞ്ഞോളും, ഒന്നും പേടിക്കണ്ട. എല്ലാം അതിൽ കിടന്ന് നന്നിട്ടിതോ. ഇത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും കേട്ടോ, കേടാവത്തില്ല. നമ്മൾ ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ചേർന്നുകൊണ്ട് ഒരിക്കലും കേടാവത്തില്ല. പുറത്ത് തന്നെ വയ്ക്കാം. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് തീർന്നു പോയി. ഇപ്പം വീണ്ടും എനിക്ക് ഓർഡർ കൊടുക്കാനുണ്ട്, വീട്ടിലേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇപ്പോൾ വന്നിട്ട് നമുക്ക് നാരങ്ങ ചേർക്കാം. കണ്ടോ, എനിക്കിത് കറക്റ്റാണ്. ഇത്ര നാരങ്ങ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതൊന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതിൻ്റെ ലാസ്റ്റ് ഇതൊന്ന് ഇരിക്കുമ്പോൾ ഒന്ന് കളറൊക്കെ മാറി നല്ല ഒരു ബ്രൗണിഷ് കളറായിട്ട് വരും. അത് ഞാൻ കാണിച്ചു തരാം. ഇരുന്നൊന്ന് കുറുകും ഈ അച്ചാർ, ഈ നാരങ്ങ ഇതിൻ്റെ അകത്ത്. അല്ല, അപ്പം നിങ്ങൾ നോക്കിക്കോ ഉപ്പൊക്കെ കറക്റ്റാണെന്ന്. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊട്ടും കൂടെ ഉപ്പിട്ടു, നിങ്ങളുടെ ആവശ്യമനുസരിച്ച്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അങ്ങനെ നോക്കാം. എനിക്കിത് മതിയാവും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സ്വീറ്റാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ അതിലിട്ട് വെച്ച ഉപ്പിന് എനിക്കിത് മതിയാവും. ഇനി ഞാനിതിൽ ഉപ്പ് ചേർക്കണില്ല. നന്നായിട്ടിത് ഇതായിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ഇതായി വരുമ്പോൾ ഓഫ് ചെയ്യാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ 2 വിഷയം പറയാൻ മറന്നുപോയി. ഒന്ന് വന്നിട്ട് ലാസ്റ്റ് ഇത് ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചു, കണ്ടോ. ഇപ്പം ഈ തിളയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് എല്ലായിടത്തും ഇതാക്കിയ ശേഷം കണ്ടോ കുറുകാൻ തുടങ്ങി. ഈ പരുവാണ് ഇതിൻ്റെ പരുവാണത്. ഇപ്പം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാറേ. അപ്പോൾ അതിന് ഉപ്പാട് നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചത് അത് ചേർക്കാം. ഓരോ സ്പൂണുകളുണ്ട്. പിന്നെ പെരിങ്കായപ്പൊടി, കായപ്പൊടി അതും ചേർത്തിട്ട് നന്നായിട്ട്
ഇളക്കി വിടാം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. പിന്നെ ഒരു കാര്യം, ഇത് എത്രത്തോളം ഇരിക്കണം അത്രത്തോളം ടേസ്റ്റ് കൂടും ഇതിൻ്റെ. ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ കൊടുത്തേക്ക് നല്ല അച്ചാറാണ്. അവർക്ക് ഇടയ്ക്കിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പുളിയും മധുരമൊക്കെ ഒരുമിച്ച് കഴിക്കാൻ തോന്നണമെങ്കിൽ ഇത് നല്ലൊരു അച്ചാറായിരിക്കും. ഇതിൻ്റെ എന്താ പറയുക, ദുബായിലേക്കോ അമേരിക്കയിലേക്കോ അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പുറം നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇത് കൊടുത്തേക്കണമെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും അപ്പോൾ ഓക്കെ, എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു. അപ്പോൾ ഇതിന് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. ആ സമയമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കളറ് വ്യത്യാസമൊക്കെ എന്നുള്ളത്. ഇപ്പോൾ ഇത് കൊണ്ടുവച്ച് ആറിയതിന് ശേഷമാണ് അത് നന്നായിട്ടാവുക. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയണേ, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നതിന് 1000 താങ്ക്സ്.